മോനെ മോനെ പൊന്നോനെ കയ്യിലും കാലിലും വിലങ്ങിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് കൊലപ്പുള്ളികളെ കൊണ്ടുപോകുന്നത് പോലെ കയ്യിലും കാലിലും വിലങ്ങിട്ട് കയ്യിൽ വിലങ്ങിട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടെന്നാണ് എൻ്റെ മോൻ പറയുന്നത്. എന്നിട്ട് ഈ എന്തോ കട്ടിയുള്ളൊരു സാധനം ടൗലി പൊതിഞ്ഞിട്ട് ഈ കരളിനും ഈ നെഞ്ചത്തും ഇവിടെ ഈ ഏണിനെല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തെൻ്റെ കുഞ്ഞിനെ. എനിക്ക് ഉപദ്രവിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു എൻ്റെ കുഞ്ഞിനെ. തൻ്റെ മകൻ്റെ ആത്മാവിന് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ഉറച്ച നിലപാടിലാണ് ഈ അമ്മ. കൊല്ലം കുണ്ടറയിൽ ലോക്കപ്പ് മർദ്ദനത്തെ തുടർന്ന് സൈനികൻ ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് അമ്മ ഡെയ്സി. തൻ്റെ മകൻ്റെ ചിത്രങ്ങളും പട്ടാളത്തിലെ വസ്ത്രങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് കരയുന്ന ഒരമ്മയെയാണ് ഞങ്ങളിവിടെ കണ്ടത്. തൻ്റെ മകൻ മരണപ്പെട്ടതിന് കാരണക്കാരായവർ ആരൊക്കെയാണെന്ന് ഈ അമ്മ അടിവരയിട്ട് പറയുന്നു. എൻ്റെ മോൻ്റെ മണമാ ഇത്, ഇതെൻ്റെ മോൻ്റെ മണമാ. കണ്ടോ ഇത് നോക്ക്, കണ്ടോ ഇതെല്ലാം ഞാൻ കഴുകി ഉണക്കിയിടും. കണ്ടോ എൻ്റെ മോൻ്റെ മണം. തൊപ്പിയുണ്ടോ? അയ്യോ ഇതിപ്പോൾ പുതിയ പാൻറ്റാന്നേ, പുതിയത് മേടിച്ചതാ, തയ്പ്പിച്ചതാ ഇതൊക്കെ. അതുകൊണ്ട് ഈ ബെൽറ്റ് കെട്ടത്തില്ലെന്നാ പറഞ്ഞുകൊണ്ട് ഇടിച്ചത്. നീ പട്ടാളത്തിൻ്റെ ബെൽറ്റിന് കെട്ടത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പീഡിയം പ്രദീപ് ശ്യാമ നാവിപ്പാടിനെ ചവിട്ടി എൻ്റെ കുഞ്ഞിനെ പൂട്ടിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ നാവിപ്പാടിന് ചവിട്ടി ആ ശ്യാമ. അവളൊരു സ്ത്രീയാന്നോ? ഉണ്ടോ? ഇത് കണ്ടോ? ഇത് ഈ ബെൽറ്റ് കെട്ടത്തില്ലടാ, നീ പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടാൻ സമ്മതിക്കത്തില്ലടാ എന്നും പറഞ്ഞുകൊണ്ടാ. തലയ്ക്കൊക്കെ ഇടിച്ചു കളഞ്ഞ് തൊപ്പി വെക്കാൻ സമ്മതിക്കത്തില്ലടാ എന്നും പറഞ്ഞ് തലയ്ക്കൊക്കെ വെച്ച് എന്തൊക്കെയോ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് എൻ്റെ കുഞ്ഞിന്. അതെന്തിനാ അങ്ങനെ കെട്ടിയിട്ട്? ഈ കയ്യിൽ ഹാൻഡ് ക്യാപ്പ് ഇട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ട് ഇവിടെ എല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തേ. അയ്യോ ഞരമ്പുകൾക്കെല്ലാം നല്ല ക്ഷതയേറ്റ എൻ്റെ കുഞ്ഞ് മരിച്ചത്. ഞാൻ 3 ആശുപത്രി കൊണ്ടുപോയി. അതിൽ കൂടുതലൊരു അമ്മ എന്തോ ചെയ്യാനൊക്കും. 3 ആശുപത്രി കൊണ്ടുപോയിട്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ല. എല്ലാ റെക്കോർഡും ഉണ്ട് ആശുപത്രി കൊണ്ടുപോയി. എൻ്റെ കൈയാണെങ്കിൽ ഒരു വിലങ്ങിട്ട് വരിഞ്ഞ് മുറുക്കി ഇത് പൊട്ടലുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് എഴുതി തന്നിട്ടുണ്ട്. കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് പൊട്ടലുണ്ടായിരുന്നു. ഇങ്ങനെ കൊണ്ട് കിടക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ കുഞ്ഞ് കയ്യും സ്വാധീനം ഇല്ലാതെ ഒരു പട്ടാളക്കാരനോട് ഇത്രയും ചെയ്ത്. അപ്പോൾ ഒരു സാധാരണക്കാരോട് അവർ എപ്പോഴാടായിരിക്കും ചെയ്യുന്നത്? ഒരു MLA ഇതുവരെ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ. ഒരാശ്വാസമാക്കി ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. ഇവിടെ തന്നെ കിടക്കുന്ന, ഇവിടെ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ എൻ്റെ മോനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കും. മോനെ മോനെ പൊന്നോനെ പൊന്നോനെ. എനിക്ക് ആരുമില്ലേ. എൻ്റെ പൊന്നു ഭാര്യ വീട്ടിലായിരുന്നു താമസം. സ്ത്രീധന പീഡനമെന്നും പറഞ്ഞ് കള്ളക്കേസിൽ കുരുക്കിയതാ എൻ്റെ കുഞ്ഞിന്. സ്ത്രീധന പീഡനത്തിനും ഇങ്ങനെ ചെയ്യുമോ? സ്ത്രീധനം വല്ലതും വാങ്ങിയാണോ കെട്ടിയത്? അല്ല, 1 രൂപ. അവനതിൻ്റെ ആവശ്യമില്ല. സ്നേഹിച്ച് കെട്ടിയതല്ലേ? 2 വർഷമായി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്ന് പറയുന്നു. അവക്കുള്ള അവഹിത ബന്ധത്തെ പറ്റി ചോദിച്ചറിഞ്ഞ അവൾക്ക് അങ്ങനെയുള്ള സ്വഭാവമുണ്ട്. അവഹിത ബന്ധം ഈ പെണ്ണിന് അതിനെ പറ്റി കണ്ടും കൊണ്ട് മൊബൈലിൽ കണ്ടും കൊണ്ട് എൻ്റെ മോൻ ചോദിച്ച് വഴക്കായി. 11/10/2024 ഭാര്യ വീട്ടുകാർ സ്ത്രീധന പീഡനമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കയ്യിലും കാലിലും വിലങ്ങിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് കൊലപ്പുള്ളികളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയിപ്പോൾ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സെല്ലിലിട്ട് പൂട്ടി. എനിക്ക് ഉപദ്രവിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു എൻ്റെ കുഞ്ഞിനെ. കയ്യിലും കാലിലും വിലങ്ങിട്ട് കയ്യിൽ വിലങ്ങിട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടെന്നാണ് എൻ്റെ മോൻ പറയുന്നത്. എന്നിട്ട് ഈ എന്തോ കട്ടിയുള്ളൊരു സാധനം ടൗലി പൊതിഞ്ഞിട്ട് ഈ കരളിനും ഈ നെഞ്ചത്തും ഇവിടെ ഈ ഏണിനെല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തെൻ്റെ കുഞ്ഞിനെ. എന്നിട്ട് ആരോ അമ്മയെടുത്ത് പറഞ്ഞു? എൻ്റെ മോൻ പറഞ്ഞതാ അങ്ങനെ ഉപദ്രവിച്ചു. എന്നിട്ട് തോക്കിൻ്റെ ചെവിട് വെച്ച് ഇടിയം പ്രദീപ് ഇവിടെ 2 ഇടിയേണിന് ആ തോക്കിൻ്റെ ചെവിടിൻ്റെ ആ പാട അതുപോലെ അടപ്പുണ്ട് എൻ്റെ മോൻ്റെ പുറത്ത്, ഇവിടെ ഈ ഭാഗത്ത്. ഇതെന്ത് മോനെ അടയാളം? അത് തോക്കിൻ്റെ ചെവിട് വെച്ച് ഇടിച്ചതാവും മീ. എൻ്റെ കുഞ്ഞിന് പിന്നെ നിക്കറിടാൻ വയ്യ, പാൻറ്റിടാൻ വയ്യ, ഒന്നും ഇടാൻ വയ്യ. നീ പട്ടാളത്തിൻ്റെ ബെൽറ്റ് കെട്ടത്തില്ലടാ ഇനി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇടിയം പ്രദീപ് എൻ്റെ കുഞ്ഞിൻ്റെ
ഏഴിനും നെഞ്ചത്തും കരളിലും എല്ലാം വെച്ച് ഇടിച്ചു. തോംസന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ജനപ്രതിനിധി പോലും ഈ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഈ അമ്മ ആരോപിക്കുന്നു. രാജ്യം കാക്കേണ്ട ഒരു സൈനികന് നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം അനുഭവമാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? ഏതായാലും ഈ സംഭവത്തിൽ സൈനികന്റെ ഭാര്യ, വീട്ടുകാരും പോലീസും ഒത്തുകളിച്ചുവെന്നാണ് ഈ അമ്മയുടെ ആരോപണം. കുറ്റം ആര് ചെയ്താലും അത് മറന്നീക്കി പുറത്തുവരാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ന്യൂസ് ഡെസ്ക് VMTV ന്യൂസ്.